അപ്പോൾ എല്ലാവരും പായോ, നമുക്ക് ഇനിയിപ്പോൾ നമ്മളുടെ ബൈക്ക് യാത്ര പുനരാരംഭിക്കാം. ബേക്കിൽ കയറിക്കോ. നമ്മുടെ കൽപ്പറ്റ നഗരം പതുക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് മൊത്തത്തിലൊരു മഴക്കാറുണ്ട് സ്വാഭാവികമായിട്ടും. ഞാൻ നിങ്ങളോട് പുറകെ കയറിക്കോളാൻ പറഞ്ഞു. ഡ്രസ്സൊക്കെ മാറ്റി. എങ്ങടാ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എങ്ങടാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിയിൽ നിന്ന് നാഗർഹോളയിൽ നിന്ന് ഗുണ്ടൽപേട്ട് എത്തിയോടത്തെത്തി. ഇത്രന്നെ. മീനങ്ങാടിയിൽ നിന്ന് പുൽപ്പള്ളി റൂട്ടിലോട്ട് കയറി. ശരിക്കും ഇതേപോലെയുള്ള ഫ്രെയിം, ഇതേപോലുള്ള വിഷ്വൽ ഞാൻ ശ്രീലങ്ക പോയ സമയത്ത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ നാട് വൃത്തിയായിട്ടുണ്ടെങ്കിൽ ശ്രീലങ്ക പോലെ ഇരിക്കുമെന്നുള്ളത്. ശരിക്കും അങ്ങനെ തന്നെയാണ്. ഈ ഒരു മേഖലയൊക്കെ പ്രത്യേകിച്ച് വയനാടിൻ്റെ ഈ ഒരു കൽപ്പറ്റ, അതുപോലെ തന്നെ നമ്മുടെ സുൽത്താൻ ബത്തേരി, ഈ ഒരു ഭാഗങ്ങളൊക്കെ അത്യാവശ്യം റോഡ് സൈഡൊക്കെ നല്ല വൃത്തിയുള്ള മേഖലകളാണ്. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ആ ഒരു ചുരത്തിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അവിടെയെല്ലാം മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റ് കാര്യങ്ങളൊക്കെ തള്ളിയിട്ട് അത് ഭയങ്കര വൃത്തികേടാണ്. നമ്മൾ പുൽപ്പള്ളി എത്തുന്നതിന് മുമ്പായിട്ട് ആ ഒരു ചെറിയ ഭാഗം ആ ഒരു കാട്ടിൻ്റെ പോർഷനിലോട്ട് കയറി. ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ അല്ലേ, അവർ 1-2 കിലോമീറ്റർ മാത്രമേ കാടുള്ളേ. ഇനി അങ്ങനെ നമ്മുടെ വിശാലമായിട്ടുള്ള കാപ്പിത്തോട്ടമാണ് കേട്ടോ. നമ്മുടെ വയനാട്ടിലെ കാപ്പി നിങ്ങൾക്ക് അറിയാലോ, ലോക പ്രശസ്തമാണ്. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഇതുണ്ട്, ഇവിടെ കുറേ ഷെഡുകൾ കാണുന്നില്ല. ഇത് ശരിക്കും ഭൂസമരങ്ങൾ നടന്നുകൊണ്ടിരിക്കും അല്ലേ? ഇത് ഇരുളെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇരുളത്ത് ഭൂസമരം നടക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ട്. മരിയനാടുണ്ട്, അങ്ങനെ കുറച്ച് ചീയമ്പുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഭൂസമരങ്ങൾ നടക്കുന്നുണ്ട്. ആദിവാസി വിഭാഗങ്ങൾ അവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള, നേരത്തെ മുത്തങ്ങ സമരമൊക്കെ നടന്നില്ലേ, അതുപോലെ തന്നെ അവർക്ക് ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിലാണ്. ഇപ്പോഴും സമരം അവസാനിച്ചിട്ടില്ല. പലയിടങ്ങളിലും സമരം നടക്കുന്നുണ്ട്. ഈ KFDCയുടെ തോട്ടം അടക്കമുള്ള തോട്ടങ്ങളിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലും ഇപ്പോഴും എന്താ പറയുക, ആദിവാസികളുടെ ഇതിൽ പൂർണ്ണമായിട്ടും അവരാരും സെറ്റിലായിട്ടില്ല, പൂർണ്ണമായിട്ടും അവരിലൊന്നും കാര്യങ്ങളൊന്നും വന്നെത്തിയിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് ശരിക്കും നമ്മളിങ്ങനെ പോകുമ്പോൾ കാട്ടിലൊക്കെ വന്നിട്ട് ടെൻ്റൊക്കെ കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് വരിക എന്ന് പറഞ്ഞാൽ. നമ്മളുടെ പുൽപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തി. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇടതാണോ വലതാണോ? ഇനിയിപ്പോൾ പലതും തിരിഞ്ഞ് പോകും കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന റോഡൊക്കെ അത്യാവശ്യം മോശമാണ്. ഇത്രയും നേരം നമ്മൾ കണ്ട നല്ല വൃത്തിയുള്ള റോഡുകൾക്കൊരു അപമാനമാണ് ഈ വഴിയിലെ റോഡ്. ഇവിടെ ഉണ്ട് ചങ്ങനാശ്ശേരി, ഇവിടെ ഉണ്ട് പാല. കാരണം ആദ്യകാല കുടിയേറ്റങ്ങളുടെ ആ കുടിയേറ്റ ഭൂമിയാണിത്. ശരിക്കും ഇവിടെ മണ്ണിനോട് പടവെട്ടി മനുഷ്യർ കാർഷികോൽപാദനം നടത്തിയ അങ്ങനത്തെ ഒരു ഭൂമിയാണ് അത്രയധികം. പക്ഷേ ഇവിടുത്തെ ടെറൈൻ ഇപ്പോൾ കർണാടകയുടെ ഡെക്കാൻ പ്ലേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ എക്സ്റ്റൻഷനാണിത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. കാലാവസ്ഥ വ്യതിയാനം ശരിക്കും ബാധിക്കുന്ന സ്ഥലമാണ്. വയനാട്ടിൽ എല്ലായിടത്തും മഴ പെയ്യുമ്പോൾ പുൽപ്പള്ളിയിലും മുള്ളൻകൊല്ലിയിലും മഴ ഉണ്ടാവില്ല. കാരണം മഴനിഴൽ പ്രദേശം എന്നുള്ള ആ തരത്തിൽ കാണേണ്ട ഒരു പ്രദേശമാണ്. കാരണം ഒരു നദിയുണ്ട് കബനി, പക്ഷേ ഭയങ്കര കൊടിയ വരൾച്ച, അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധി നേരിട്ട കർഷകരുടെ നാടാണിത്. കാരണം ഒരുപാട് കർഷകാത്മഹത്യകൾ ഒരു കാലത്തുണ്ടായ സ്ഥലം കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് പുൽപ്പള്ളിക്ക്. ഇത് കണ്ടില്ലേ, പഴയ പഞ്ചായത്തിലുള്ള. ശരിക്കും ഞങ്ങൾ ഇരട്ടിക്കാരെ പോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞങ്ങളും കുടിയേറ്റക്കാരാണ്, ഞങ്ങളുടെ ഏരിയയും അതുപോലെ തന്നെയാണ്. ഞങ്ങളും കാടിനോടും മലയോടും മഴയോടും മണ്ണിനോടൊക്കെ പടവെട്ടി വളർന്നു വന്ന ആളുകളാണ്. എന്താണ് എല്ലാ സ്ഥലത്തും പോകാൻ ഇത്രയും ധൈര്യം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയി വരുന്നു എന്നൊക്കെ ചോദിക്കുന്നില്ലേ? അതല്ല, ഇതിൻ്റെ ഒരു ധൈര്യമാണ്. നാട് തന്ന ധൈര്യമാണ് ശരിക്കും. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ മുമ്പ് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ബെന്നിച്ചേട്ടൻ. പുൽപ്പള്ളിയുടെ എല്ലാമായ അല്ലേ ബെന്നിച്ചേട്ടൻ? അതാ പോന്ന പള്ളി. ബെന്നിച്ചേട്ടാ പോയി. അതാ ഇതാണ് ബെന്നിച്ചേട്ടൻ. രാത്രി ഇടി വരും. ഇതാണ് ഇവിടെ വന്നുള്ള കുഴപ്പം കേട്ടോ. ഓരോന്ന് പറഞ്ഞെങ്കിൽ മോഹിപ്പിക്കുക. നമ്മൾ വാടാനക്കവലിൽ നിന്നും ചേകാടിയിലോട്ട് കയറുകയാണ്. ഇതാണ് റൂട്ട്. ഇനി കാടാണ്, തകർക്കും. ആനയെ കറക്കുന്ന കാടാണ് കേട്ടോ അത്. കുട്ടി ആന കുറച്ച് ദിവസം മുമ്പ് ഒരു സ്കൂളിലെത്തിയിരുന്നു. ആ സ്കൂള് ആ വഴിക്കാണ് നമ്മൾ പാസ് ചെയ്ത് പോവുക. കാരണം ആ കുട്ടിയാന വന്ന് അവിടുന്ന് അത് കർണാടക കബനി നദി കടന്ന് കർണാടകയിൽ പോയൊരു വലിയ വാർത്തയായിരുന്നു അത്. ആ കുട്ടിയാനെത്തിയ ആ റൂട്ട്, അതായത് ആ ഭാഗമാണ്, ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുക. മഴ ഡക്കാൻ പീഠഭൂമിയുടെ എക്സ്റ്റൻഷനാന്നൊക്കെ പറഞ്ഞിട്ട് മഴ ഇല്ലാത്ത സ്ഥലമാണ്. വയനാട്ടിലെവിടെ അവിടെ ഒന്നും മഴയില്ലല്ലോ,
അപ്പോൾ ഇവിടെ പെയ്യും. അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ പെയ്യില്ല, അതാണ് വിഷയം. പക്ഷേ ഇവിടെ മഴ പെയ്യും. കാരണം എന്താണെന്നറിയാമോ? ആരാ വന്നേക്കുന്നേ? അതൊരു പോയിന്റ് കേട്ടാ. മഴയും കൊണ്ടാണല്ലോ അവിടെ യാത്ര മുഴുവൻ. അന്ന് തവാങ്ങിൽ പോയപ്പോഴോ തന്നെ ആയിരുന്നല്ലോ അനുഭവം. തവാങ്ങിൽ കയറി മഴ തുടങ്ങി. നോക്കാം വയനാടിൻ്റെ യഥാർത്ഥമായ ഗ്രാമീണത. പക്ഷെ ഗ്രാമീണതയിലും കണ്ടില്ല നിങ്ങൾ, വലിയ വലിയ വില്ലകൾ. അതാണ് കേട്ടോ ശരിക്കും നമ്മളുടെ കേരളത്തിൻ്റെ ഒരു വ്യത്യാസവും പ്രത്യേകതയെ. നമ്മൾ ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്ത് പോയിട്ടുണ്ടെങ്കിലും ഉൾഗ്രാമങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ കുറവാണ് ഉള്ള പറയാലോ. ശരിക്കും ഈ ഒരു പുൽപ്പള്ളി മേഖല ഇവിടുത്തെ കാപ്പി കൃഷിക്കും അതുപോലെ തന്നെ കുരുമുളക് കൃഷിക്കും എന്താ പറയുക പ്രസിദ്ധമാണ്. അതുകൂടാതെ നമ്മുടെ അടക്ക അതുകൊണ്ട് ഇത് കൃഷി കൊണ്ട് മുറിവേറ്റ മനുഷ്യരും കൂടിയാണ്. കാരണം കൃഷി നശിച്ച് വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ട ആത്മഹത്യ ചെയ്ത മനുഷ്യരുടെ നാടും കൂടിയാണ്. കാരണം അത്ര വലിയ പ്രതിസന്ധിയാണ്. കാലാവസ്ഥാ വ്യതിയാനം വലിയ വിളനാശം ഉണ്ടാക്കിയിട്ടുണ്ട്. കുരുമുളകായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാനം. കുരുമുളക് കൃഷി കൊടി നശിച്ചത് മൂലം ഭയങ്കര ദുരിതമായി. ഇപ്പോഴൊക്കെ പല പുതിയ തലമുറയൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് ഇതര രാജ്യം UK, കാനഡ അങ്ങനെയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ചേക്കേറി പതുക്കെ ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരും കൂടിയാണത്. കൃഷിയുണ്ട്, ഇപ്പോഴും സജീവമായിട്ട് കൃഷിയുണ്ട്. റബ്ബറുണ്ട്, മറ്റ് നാണ്യവിളകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്, ഇഞ്ചിയുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനം വലിയ രീതിയിൽ ബാധിച്ചൊരു സ്ഥലമാണ് ഈ പുൽപ്പള്ളി, മുള്ളംകൊല്ലി ഉൾപ്പെടെയുള്ള പ്രദേശം. നമ്മൾ നെൽകൃഷിയുടെ ആ ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ. ആ നെൽകൃഷിയുടെ അപ്പുറമായിട്ട് പച്ച കളറിൽ നമ്മൾ കാണുന്നത് വാഴക്കൃഷിയാണ്. വാഴക്കൃഷിയും വലിയ രീതിയിലുള്ള ഒരു മേഖലയാണ് കേട്ടോ ഇത്. അവിടം വിട്ടപാടെ ഉണ്ടല്ലോ പതുക്കെ നമ്മൾ കാടിൻ്റെ ഏരിയയിലേക്ക് കയറി. ഇത് നമ്മളുടെ തേക്കറിയാലോ നിങ്ങൾക്ക്, തേക്കിൻ്റെ കൃഷി മേഖലയാണ്. നമ്മളുണ്ടല്ലോ ഇപ്പോൾ പോകുന്ന ഈ ഒരു റോഡിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ പാസ് ചെയ്ത് ബൈക്കിൽ ആളുകൾ പോകുന്ന സമയത്ത് കടുവ വന്ന് ചാടിയിട്ടില്ലേ, ആ റൂട്ട് കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചാടും. കടുവല്ല, നമ്മൾ ചാടും. ബ്യൂട്ടിഫുൾ റൂട്ടാണ്, കണ്ടില്ലേ, ഭംഗിയുണ്ടല്ലേ. കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല, ഉണ്ടായിരിക്കാം. കാട്ടുപോത്തിനെ കണ്ടിട്ടില്ല നമ്മൾ, ആനയൊക്കെ കണ്ടിട്ടുണ്ട്. ഏകാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള വഴിയാണ്. വഴി ഭയങ്കര മോശമാണ്, വനാണ്, പൂർണ്ണമായും വനാണ്. പ്ലാന്റേഷൻ തേക്കിൻ്റെ ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാടാണ്. ഇവിടെ ഈ മൃഗങ്ങൾ നിരന്തരം കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പലപ്പോഴും ഉച്ചരിണ്ടെന്ന് യാത്ര ചെയ്യൽ ബുദ്ധിമുട്ടാണ്. രാത്രി സന്ധ്യയായ യാത്ര ചെയ്ത് ഉറപ്പായിട്ട് റോട്ടിൽ ആന ഉണ്ടാവും. ആന, കാട്ടുപോത്ത്, പുലി, കടുവ ഇത്യാദി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആനയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. കടുവ ചാടിയ അനുഭവമൊക്കെ ഉണ്ട് ഇവിടെ ഈ റൂട്ടിൽ. അങ്ങനത്തെ വീഡിയോ ഒക്കെ പുറത്തു പോകുന്നുണ്ട് നേരത്തെ. ഭയങ്കര അപകടം പിടിച്ച റൂട്ടാണ്, പക്ഷേ ഭയങ്കര സുന്ദരമായ റൂട്ടുമാണ്. റോഡാണ് ഏറ്റവും പെശക്. റോഡ് നമ്മൾ തുഴഞ്ഞു പോകണം. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒന്ന് വന്ന് മുന്നിൽ വെട്ടാൽ പോലും ഒന്ന് ആക്സിലേറ്റർ കൂട്ടാൻ പറ്റില്ല. നമ്മൾ പെട്ടുപോകാന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. അതുകൊണ്ട് ആ വന്യതയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഫുള്ള് അതിൻ്റെ വൈൽഡ് ലൈഫിൻ്റെ ഫീൽഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. തണുപ്പും ഒക്കെ അല്ലേ. റോഡാണ് ഏറ്റവും മെനക്കടി, ഒരു രക്ഷയില്ല. എന്തായാലും അയ്യോ അമ്മേ. ശരിക്കും ഉണ്ടല്ലോ വയനാടിൻ്റെ മറ്റേ മാൻ വാസസ് വൈൽഡ് ഇല്ലേ, ആ പരിപാടിയാണ് കേട്ടോ സുർജിത്തേട്ടൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ 24-ലെ ന്യൂസ് കാണുന്ന നിങ്ങൾക്കറിയാം, എവിടെ എന്തിറങ്ങിയിട്ടുണ്ടെങ്കിലും സുർജിത്തേട്ടൻ ഉണ്ടാവും മുമ്പിൽ, ആനയുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ ഫ്രണ്ടിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിൽ ഇത് കാണും, TV കാണുമ്പോൾ പറയും 24-ലെ സുർജിത്ത് ഇപ്പം മറ്റേ ബിയർ ഗ്രിൽസ് ഇല്ലേ, മറ്റേ ചങ്ങായി മാൻ വാസസ് വൈൽഡ് അവതരിപ്പിക്കുന്ന ചങ്ങായിനെ പോലെ ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാം പുറകെ ഓടുന്നതുകൊണ്ട്. ഞാനുണ്ടല്ലോ കാട്ടിൽ കയറിയതിന് ശേഷം ചുറ്റും നോക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു മൃഗത്തിനെ കാണാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഒരു മാനിനെങ്കിലും. പക്ഷേങ്കിൽ ഇതുവരെ ഒന്നും മുമ്പിൽ വന്നിട്ടില്ല കേട്ടോ. കുറച്ചുകൂടി മുമ്പോട്ടേക്ക് വരുമ്പം ഇവിടെ വീണ്ടും വീടുകൾ കണ്ടു തുടങ്ങിയേ. അതുകൂടാതെ കാടിനോട് ചേർന്നിട്ടുള്ള കൃഷിയിടങ്ങൾ കണ്ടില്ലേ നിങ്ങൾ. ഇവിടെ എല്ലായിടത്തും ആന ഭീകരമായിട്ട് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ആ ഒരു കറണ്ട് ലൈനുകളില്ലേ, അത് ഇവിടെ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഞാനുണ്ടല്ലോ വളരെ സാഹസികമായിട്ടാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. കാരണം റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ നമ്മൾ ചാടിത്തുള്ളിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ റോഡ് ക്ലിയറായ നമ്മളെ ഇതാ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഇതുണ്ട് നിങ്ങളിവിടെ ഈ സാധനത്തിന് പറയുന്ന ഹാങ്ങിങ് ഫെൻസ് എന്നാണ്. ശരിക്കും ആന വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം ഈ ആനയ്ക്കെതിരെ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ അകത്ത് ഈ തൂങ്ങി കിടക്കുന്ന കമ്പികളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതുണ്ട്, ആ ഒരു നൂല് പോലെ കിടക്കുന്നത്. അതിൽ വന്ന് ആന മുട്ടുന്ന സമയത്ത് അതിന് ഷോക്ക് അടിക്കും. ഇവിടെ നിന്ന് ഈ ഒരു ലൈന് മുഴുവൻ അങ്ങനെയുണ്ട്. പക്ഷേങ്കിലുണ്ടല്ലോ ആന ഇപ്പം അതിന് പ്രത്യേകം വേറൊരു ടെക്നോളജി ചെയ്യുന്നുണ്ട്. അതെന്താ സുർജിത്തേട്ടാ? അത് മരം വെച്ചിട്ടേ അടിച്ചു പൊട്ടിക്കും. അപ്പോൾ അടിച്ചു പൊടിച്ച് കിടക്കും. ആനയ്ക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. പക്ഷേ ഓൾമോസ്റ്റ് ഇത് സക്സസ് ആണ്. ഇപ്പോൾ വയനാട്ടിൽ ഇതിൻ്റെ സർവീസ് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്, നോർത്ത് വയനാട്ടിൽ.
അത് മാനന്തവാടി ഇപ്പോൾ ഈ ഫെൻസിങ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് അതിൻ്റെ മെഷീൻസ് ശരിയാക്കാൻ പറ്റിയ ഒരു സർവീസ് സെൻറ്റർ വനം വകുപ്പിൻ്റെ കീഴിലുള്ള കേരളത്തിലെ ആദ്യത്തെ സർവീസ് സെൻ്ററാണത്. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് സാധനം വേഗം റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് സക്സസ് മിഷനാണ്. ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത് ചറവറ ഷോക്കടിക്കും ആനയ്ക്ക്. അത് തൂങ്ങി കിടക്കുന്ന സാധനമായ കാരണം നൂല് പോലെ കാരണം ചറവറ ഷോക്കടിക്കാൻ കാരണം അത് പൊട്ടിക്കാൻ എളുപ്പമല്ല. നമ്മളങ്ങനെ സുന്ദരമായ ചേകാടിയിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ എല്ലാ സ്ഥലത്തും ഞാറുനടലും പരിപാടിയൊക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു തളിരല ആ ഒരു ഇത് കാണുന്നത്. നട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ആ ഒരു കുട്ടിയാന 1ാം ക്ലാസ്സിൽ പഠിക്കാൻ വന്ന സ്കൂള് ഇതാ ചേകാടി LP സ്കൂള്. അത് ഇതാണ്. ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെ വാർത്ത കണ്ടിട്ടുണ്ടാവും. നൈസ്. നമ്മളങ്ങനെ ഉണ്ടല്ലോ ഇതാ കബനിയുടെ തീരത്തേക്ക്, ശരിക്കും കബനീനെ ക്രോസ് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാവരും പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ 3 നദികൾ, ഭവാനി, പാമ്പാറ്, കബനി. അതായത് കബനി കർണാടക ബീച്ചനഹള്ളിയിലേക്ക് ഒഴുകുന്നു. ഈ ഒഴുക്ക് ബീച്ചനഹള്ളിയിലേക്കാണ്. നമ്മുടെ നാട്ടിലെ പുഴകളൊക്കെ ചേർന്ന് അവിടെ ബീച്ചനഹള്ളി കർണാടകനെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് അങ്ങനെ ഒരു ഇത് അവർക്ക് കിട്ടുന്നുണ്ടല്ലോ. ഉണ്ട്. നമുക്ക് വേണ്ട വെള്ളം സംഭരിക്കാനൊന്നും പറ്റുന്നില്ല. അതാണ് ചൊറ. ശരിക്കും ഉണ്ടല്ലോ ഇപ്രാവശ്യം വന്നപ്പോഴത്തേക്കും കബനി, അന്ന് വന്നപ്പോൾ ശരിക്കും വരണ്ട കബനീനെ ഞാൻ കണ്ടത്. ഇത് ശരിക്കും നല്ല, ഈ നരൻ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അല്ലല്ല, അത് കർണാടകയിലെ ഹൊഗനക്കലായിരുന്നല്ലേ. അപ്പുറത്തെ സൈഡിലൊക്കെ കബനി ക്രോസ് ചെയ്തിട്ടുണ്ട്. കർണാടക ആകുന്നില്ലേ? ഇല്ലേ അപ്പുറത്തെ ആ പുൽപ്പള്ളി സൈഡിലൊക്കെ? അതെ, അത് കൊളവള്ളി ആ സ്ഥലമൊക്കെ, കൊളവള്ളി അതുകൂടെ. പക്ഷെ ഇവിടെ ആവുന്നില്ലല്ലോ. ഇതും കർണാടകയായിട്ട്. ഇത് കേരളമാണ്. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ബാവലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നാഗർഹോളയിലേക്ക് നമ്മൾ കയറും. കർണാടക. യെസ്. നമ്മളെ അവിടെ നിന്ന് നാഗർഹോള അങ്ങോട്ട് കയറിയില്ല. അതിന് മുമ്പായിട്ട് ഈ ചെറിയൊരു ഇടവഴിയെ മുമ്പോട്ടേക്ക് പോവാണ്. എന്തുണ്ടെന്ന് പറഞ്ഞ ചായക്കട. ഒരു ചായക്കട ഉണ്ട് അവിടെ, വീട്ടിൻ്റെ കട. ചായ കിട്ടുമോ? ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ കട. ഓ, ഇവിടെ ആന വരുമല്ലേ? ആനുണ്ട്. ഫെൻസിങ് ആനല്ലാത്ത സ്ഥലമുള്ളത് വയനാട്ടിൽ അല്ലേ? വീട്ടിൻ്റെ കട അല്ലേ? സുഖമായിട്ട് എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഓക്കെ. ഇപ്പൊ സീസൺ എങ്ങനെ? ടൂറിസ്റ്റുകളാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്? ടൂറിസ്റ്റുകളാണ് അധികം വരുന്നത്. ഇപ്പൊ കുറവാണോ? അങ്ങനെയാ? ഇപ്പോൾ ഈ മഴ പിടിച്ച ഒരു 3-4 ദിവസമായിട്ട് കുറവാണ്. എന്നാലും ഇന്നലെയൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ആണല്ലേ? ഓ, എന്തായാലും നല്ല രസമുണ്ട് ഈ ഒരു ഭാഗത്ത് ആ ഒരു പഴയ രീതിയിൽ നിലനിർത്തിയേക്കുന്നത് തന്നെ. ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? നല്ല നമ്മുടെ വിജയം. സുഖോട്ടിൻ്റെ ചായക്കടയിൽ വിറകടുപ്പിലാണ് ചായ മേക്ക് ചെയ്യുന്നത്. മറ്റിടത്ത് ഗ്യാസിനൊക്കെ വഴി മാറി. പക്ഷെ ഇവിടെ എപ്പോഴും ആ പാരമ്പര്യം നിലനിർത്തുന്നുണ്ട് ഇവിടെ എന്നുള്ളതാണ് പ്രത്യേകത. അത് നെയ്പ്പത്തലും ഭയങ്കര ടേസ്റ്റാണ്. വയനാട്ടിലെ ഈ പ്രാചീന കാലത്തെ നിർമ്മിതികളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ആ നിർമ്മിതി കാണണമെങ്കിൽ സുഖോട്ടിൻ്റെ കടയിൽ വന്നാൽ മതി. പുല്ലുമേഞ്ഞ, അതുകൊണ്ട് മുള കൊണ്ട് അടക്കി കെട്ടിയ മേൽക്കൂരയുള്ള അങ്ങനത്തെ ഒരു കുടിൽ പോലത്തെ ഒരു ചായക്കട. സുഖമായിട്ടിന് ഇവിടെ 1 ഏക്കർ സ്ഥലത്ത് കൃഷിയിടം ഉണ്ട്. നെൽകൃഷിയാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു ചായക്കടയുള്ളത്. നമ്മൾ വീണ്ടും പാടത്തിൻ്റെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ കബനി നദിയുടെ തീരത്തുകൂടി ഉള്ള ആ ഒരു ചെറിയ റോട്ടിലൂടെ മുമ്പോട്ടേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോർഡർ കിടക്കാം. ഈ സ്ഥലം ബാവലി എന്നാണ് പേര്. ആ കാണുന്ന അത് ഒരു ദർഗയാണ്. ബാവ അലി എന്ന് പറഞ്ഞ ഒരു സൂഫി വര്യൻ്റെ പേരിലുള്ളതാണ് ദർഗ. അന്ന് അവരുടെ ആണ്ട് നേർച്ച ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ളൂ കഴിഞ്ഞിട്ട്. ഭയങ്കര ഫേമസ് ആണ് ആ ദർഗ. കർണാടകത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരും. 100 ആൾക്കാർക്കാണ് ഭക്ഷണം ആ ദിവസം കൊടുക്കുക നേർച്ചയായിട്ട്. ഇതാണ് ഇത് ഹസ്രത്ത് സയ്യിദ് ബാവ അലി മഖാം ഷെരീഫ്. ഇത് അതിർത്തിയാണ്. ഇത് നമ്മുടെ ചെക്ക് പോസ്റ്റ് അതിർത്തി. ഒരു പാലം കടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ കർണാടകയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ചെക്ക് പോസ്റ്റിൻ്റെ അതിർത്തിയാണ് ഈ അതിർത്തി. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ ദിവസം ക്യാമ്പ് ചെയ്തതാണ്. അന്ന് ബേലൂർ മക്കന പറഞ്ഞ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണെന്നല്ലോ. ഒരാളെ കൊന്ന പടമല എന്ന് പറഞ്ഞ സ്ഥലത്ത് അജീഷിനെ കൊന്നൊരു ആനുണ്ട്, ബേലൂർ മക്കന. അതൊരു മോഴയാനയാണ്. ആ മോഴയാനയ്ക്ക് വേണ്ടി അതിനെ കിട്ടാൻ വേണ്ടിയിട്ട്, അതിനെ പിടിക്കാൻ വേണ്ടി കുറേ വർക്ക് നടത്തിയത് വനം വകുപ്പുകാർ. പക്ഷേ അത് കിട്ടിയില്ല. അത് കുറേ ഉള്ളിലേക്ക് പാസ് ചെയ്ത് പോയി. ഇത് ചെക്ക് പോസ്റ്റാണ്, ഇത് പാലാണ്, ഇത് ബ്രിഡ്ജാണ്, ഇതിനപ്പുറം കർണാടകയാണ്. അങ്ങനെ നമ്മൾ കർണാടകയിലേക്ക് വീണ്ടും കടന്നു. ഇതൊരു പ്രത്യേക കാഴ്ച ഇവിടെ ഉണ്ട്. എന്താ പറയുക, ആ കല്ല് നോക്കി, ആ കല്ലിലേക്കൊന്ന് സൂം ചെയ്തേ. മൈസൂർ. അതിൻ്റെ അപ്പുറം ഉണ്ടല്ലോ മലബാറാണ്. മലബാർ 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി. അത്രയും പഴക്കമുണ്ട് ആ കല്ലിന്.
രണ്ട് സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലുള്ള കല്ലാണ് മലബാറും മൈസൂരും. ആ മലബാറിലേക്കും സൂം ചെയ്യും. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരിട്ട കല്ലാണ് കേട്ടോ. അതിപ്പോഴും ആ ഒരു കാലത്തിനെ ഓർമ്മപ്പെടുത്തി അതേ പേരുകളുമായിട്ട് അവിടെയുണ്ട്. നാഗർഹോളെ നാഷണൽ പാർക്കിലേക്ക് കയറുകയാണ്. ഇതാണ് നാഗർഹോളെ. കാരണം പുലിയും കടുവയും ആനയും ഒക്കെ വിഹരിക്കുന്ന ആ ഒരു അന്തർ സംസ്ഥാന പാത നമ്മൾ കർണാടകയിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നമ്മൾ കർണാടകയാണ് കാണാൻ പോകുന്നത്. കേരളം കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും ഈ ഒരു സ്ഥലം ടൈഗർ റിസർവ് കേന്ദ്രമാണ് കേട്ടോ. ടൈഗർ റിസർവ് കേന്ദ്രത്തിൽ സ്വാഭാവികമായിട്ടും ടൈഗർ ഉണ്ടാവണമല്ലോ, ഇല്ലേ? ഇവിടെയും റോഡിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. റോഡ് മോശമാണ്. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ വന്യമൃഗം, ഒരു മാനിനെ കാണാൻ പറ്റി. ഒന്നല്ല, ഒരു കൂട്ടം മാൻ. നമ്മളെ അങ്ങനെ ആ ഒരു നാഗർഹോള നാഷണൽ പാർക്കിൻ്റെ ആ ഒരു ഗേറ്റ് കടന്നു ഇപ്പുറത്തേക്ക് വന്നു. ഇപ്പുറത്തെ സൈഡിൽ വന്നിറങ്ങിയ അപ്പോഴത്തേക്കും പിന്നെ വീണ്ടും കൃഷിയിടങ്ങളാണ്. ചോളമാണ് കേട്ടോ ഈ ഒരു മേഖലയിൽ മെയിനായിട്ടുള്ള കൃഷി. നമ്മളെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ലെഫ്റ്റ് എടുത്തിട്ട് ഇവിടെ ഒരു ഡാമുണ്ട്. പോകുന്ന വഴിയിൽ ഒരുപാട് കൃഷിയിടങ്ങൾ ഇതേപോലെ കണ്ണെത്താ ദൂരത്തോളം ഉണ്ട്. പ്രധാനമായിട്ട് ചോളം, അതുപോലെ തന്നെ തക്കാളി, വാഴ, പിന്നെ ആ പേരറിയാത്ത കുറേയധികം സാധനങ്ങൾ. ശരിക്കും ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആ ഒരു ക്ലൈമറ്റ് വ്യത്യാസം നല്ലോണം ഫീൽ ചെയ്യാൻ തുടങ്ങി. അതെ, നല്ല ചൂട് കേട്ടോ. നമ്മുടെ വയനാട്ടിലെ ക്ലൈമറ്റ് ഇത് വെച്ച് നോക്കുമ്പോൾ സ്വർഗ്ഗമാണ്. ഡെക്കാൻ പീഠഭൂമി ആയതുകൊണ്ടാണല്ലേ. നമ്മളെ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു കരിക്ക് കുടിച്ചിട്ട് വീണ്ടും മുമ്പോട്ടേക്ക് പോകാം. ശരിക്കും ഓരോന്ന് കുടിക്കാനും കഴിക്കാനും വേണ്ടിയായിട്ടുള്ള യാത്രയല്ലേ. സാധനം കയ്യിൽ നിന്ന് പോയി. ശരിക്കും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനുണ്ട്. ഇവിടെ ഒരു സ്പെഷ്യൽ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കും കൂടി നമുക്ക് പോവാം. ഇവിടങ്ങളിലെ ഒരു ഗ്രാമപ്രദേശം ഇങ്ങനെയൊക്കെയാണ്. വീടുകളെല്ലാം അടുപ്പിച്ചടുപ്പിച്ചാണ്. അതുകൂടാതെ കൃഷിയിടങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുമാണ് കേട്ടോ. അങ്ങ് ദൂരമായിട്ട് നമ്മൾ ആ കാണുന്നത് ബീച്ചനഹള്ളി ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ. കബനിയില്ലേ, ആ ഒരു കബനി നദിക്ക് കുറുകെ ഉള്ളതാണ്. അത് ഇവിടെയാണ് വന്നു ചേരുന്നത്. അതിൻ്റെ തീരത്തൊക്കെ കണ്ടില്ല നിങ്ങൾ എത്ര ഏക്കർ കണക്കിന് സ്ഥലത്താണ് കൃഷികൾ നടക്കുന്നത് എന്നുള്ളത്. ശരിക്കും ഈ ഒരു പ്രദേശത്തെ കൃഷിയുടെ നെടുന്തൂണി എന്ന് പറയുന്നത് ആ ഒരു ഡാമാണ്. നമ്മളിപ്പോൾ പോകുന്ന താരക ഡാമില്ലേ, ആ ഒരു ഡാം എന്ന് പറയുന്നത് ഇവിടെ ഓവർഫ്ലോ ആകുന്ന സമയത്ത് വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ നമ്മളുടെ ആ ഒരു നദിയിൽ നിന്ന് മാത്രം എത്ര പ്രൊഫഷണലായിട്ടാണ് വെള്ളം എടുത്ത് ഇവരിവിടെ കൃഷി ചെയ്യുന്നതെന്നുള്ളത്. അതും മഴയൊന്നും ഇവിടെ ഡയറക്റ്റ് കിട്ടുന്നില്ല. ആ ഒരു നദി ഒഴുകി വരുന്നതേ ഉള്ളൂ. എങ്കിലും ആ ഒഴുകി വരുന്ന വെള്ളത്തിനെ നഷ്ടപ്പെടുത്താതെ അതിവിടെ തടഞ്ഞു നിർത്തി ഇവിടുത്തെ ഭൂമിയൊന്നും തരിശു ഭൂമി ആക്കി ഇടാതെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് അത് നമ്മുടെ നാട്ടിലേക്ക് ഇവർ വിൽക്കുന്നു കേട്ടോ. താരക ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ആ ഒരു അക്വാഡക്റ്റ് നമുക്ക് പോകുന്ന വഴിയിൽ മുഴുവനായിട്ട് കാണാൻ പറ്റും. അതങ്ങനെ എത്തിച്ചേർന്നത് നേരെ ഒരു കടയുടെ മുൻപിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മീൻ പൊരിക്കുന്ന മണമാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കഴിക്കാനുള്ള സാധനമില്ലേ, അത് ഇവിടുത്തെ ഈ ഒരു താരക ഡാമിൽ നിന്നും പിടിക്കുന്ന ഫ്രഷ് മീനുകൾ ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ട് ഇവിടെയുള്ളത് ഒരു മലയാളി ഇത്തയാണ് കേട്ടോ. അപ്പോൾ ആ ഇത്ത ഉണ്ടാക്കുന്ന മീൻ ഫ്രൈ ആണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയായിട്ട് നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ പല ആളുകളും വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാറുണ്ട്. യാത്രകളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് കൂടിയൊക്കെ ആ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷവും മനസ്സിനൊരു സംതൃപ്തിയൊക്കെയാണ്. ഞങ്ങളും എന്തായാലും ഉണ്ടല്ലോ, ഒന്നല്ല രണ്ടല്ല 3 മീൻ വീതം പറഞ്ഞു. പിന്നെ അങ്ങോട്ടേക്കുണ്ടല്ലോ പൊരിഞ്ഞ പോരാട്ടമായിരുന്നേ. അവിടെ നിന്ന് മീനും കഴിച്ച് മനസ്സും വയറും നിറഞ്ഞതാ നേരെ മുമ്പോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഡാമിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് കേട്ടോ എത്തുന്നത്. അവിടെ ഒരു ആൽച്ചുവട്ടിൽ ചെറിയൊരു അമ്പലം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു ഡാമിൻ്റെ അവിടെ കയറുന്ന അവിടെ തന്നെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ പോലീസുകാരൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നില്ല. എന്താണ് ഇപ്പോൾ എന്തോ നിർമ്മാണ പ്രവൃത്തിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്ന് തന്നെ ഉണ്ടല്ലോ പാം ഓയിൽ കൃഷി ഒരുപാട് ഏരിയയിലുണ്ട്. ആ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അതിലെ മുൻപോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് ഡാമിൻ്റെ ഷട്ടറൊക്കെ ഉള്ള ഭാഗങ്ങൾ കാണാതെ. ഇപ്പോൾ 2 ഷട്ടർ ഓൾറെഡി തുറന്നിട്ടാണുള്ളത്. അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്. അത്യാവശ്യം ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് അതിൻ്റെ വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല വലിപ്പമുള്ള ഡാമാണ്. നമ്മളതിൻ്റെ മേലഭാഗത്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പം അവിടെ നോക്കുമ്പോൾ വലിയൊരു ഡാമായിട്ട് ഫീൽ ചെയ്യില്ലെങ്കിലും ഇപ്പം അതൊരു വലുതായി. ഈ ഡാമിനോട് ചേർന്നിട്ട് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ എണ്ണപ്പനകളെ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇതെന്തായാലും ഒരു 10 വർഷത്തിനൊക്കെ മേലെ 10-15 വർഷത്തോളം പഴക്കമുള്ളതായിരിക്കണം. കാരണം പ്രായമുള്ളതായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അത്ര വലിയ പുഷ്ടിയൊന്നും കാണുന്നില്ല കേട്ടോ. ഈ എണ്ണപ്പനയുടെ വിശദമായിട്ടുള്ള ഇന്തോനേഷ്യയുടെ കൃഷി ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്.
ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അവരുടെ തോട്ടവും നമ്മുടെ തോട്ടവും തമ്മിലുള്ള ഒരു കമ്പാരിസണൊക്കെ നമുക്ക് നോക്കാം. നമ്മളെ തിരിച്ചുള്ള യാത്രയിൽ ഇതുണ്ടെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ നമ്മളുടെ ജമന്തി, വെന്തി എന്തുകൊണ്ടും പറഞ്ഞു ആ പൂക്കളുടെ കൃഷിയുണ്ടേ. ഇത് ചെണ്ടുമല്ലിയോ? അപ്പോൾ വെന്തി ഏതാ? ജമന്തി ഏതാ? അപ്പോൾ ജമന്തി പൂ ഏതാ? ചെണ്ടുമല്ലിയാണ്. ആണോ? ജമന്തി അല്ലത്, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ കേട്ടില്ലേ? അപ്പോൾ ജമന്തി ഏതാ പൂ? ജമന്തി വേറൊരു പൂവല്ലേ? ആണോ? നമുക്ക് അടിക്കാലോ, ഗൂഗിൾ ഉണ്ടല്ലോ, അടിക്കാൻ നോക്ക്. ആ ഇതുണ്ടോ പൂക്കളെ പറ്റി എനിക്ക് ക്ലാസ് എടുക്കരുത്. എന്തായാലാട്ടെ, ഈ കാണുന്ന പൂവേ ഇത് വന്നിട്ട് പെയിൻറ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇതിൻ്റെ കളറാണ് അത്ര പെയിൻറ് നിർമ്മിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. രണ്ടും ഒന്ന് തന്നെയല്ലേ? തോന്നുന്നുണ്ട്. ഗൂഗിൾ ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു ചെണ്ടുമല്ലി എന്ന് പറയാം. ആണോ? എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതിന് ജമന്തി എന്ന് പറയും. നമുക്ക് ഏത് വേണേലും പറയാം. നിങ്ങളുടെ നാട്ടിലെ ഈ ഒരു പൂവിന് എന്താണ് പേര് പറയുന്നതെന്നൊന്ന് പറയണേ, നോക്കാമല്ലോ. വേറെ വല്ല കേരളത്തിൽ ഇതിന് പേരുണ്ടോ എന്നുള്ളത്. അത് വേറെ ഇത് പേരേനാ? ഹൗദാ അതാ ഞാൻ നമ്മളിവിടെ വന്ന് ഇവിടുന്ന് കൃഷി ഇത് പറിക്കുന്ന ഇവരോട് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഇത് ചെണ്ടുമല്ലി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ജമന്തി വേറെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ജമന്തിക്ക് വേറെ ജമന്തി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു കോൺട്രവേഴ്ഷ്യലായി മാറിയില്ല ദൈവമേ. ഇവിടെ ഉണ്ടല്ലോ അതിഗംഭീരമായിട്ടുള്ള വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ്ട് ഞങ്ങൾ ഇതവിടെ നല്ല ഇത് പറിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അവിടെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി പുഷ്ടിയുള്ള പൂവാണ്. അതാ പേര് മാറി, പുട്ടുമല്ലി എന്ന് പറഞ്ഞ്. നമ്മളിവിടെ നിന്ന് വീണ്ടും മുൻപോട്ടേക്ക് പോകുന്നത് ഗുണ്ടൽപേട്ട് ലക്ഷ്യമാക്കിയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ടൗണുകൾ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും വലിയ വൃത്തിയുള്ള ടൗണുകളൊന്നുമല്ല ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരുപാട് മലയാളികൾ ഇവിടെ കൃഷിസ്ഥലങ്ങൾ ലീസിനെടുത്തിട്ട് അവരുടേതായ കൃഷി ചെയ്യുന്നതുണ്ട് കേട്ടോ. ഓൺ ദ വേയില് നമുക്കിതാ നുഹു ഡാമും കൂടി കാണാൻ പറ്റും. നമ്മുടെ ബീച്ചനഹള്ളി ഡാമിൻ്റെ മറ്റൊരു സബ്ബാണ് കേട്ടോ ഇത്. ഈ ഒരു ഭാഗത്തുള്ള ഇതുപോലുള്ള ജലസംഭരണികൾ ഇഷ്ടംപോലെയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയധികം കൃഷിയിടങ്ങളും വരുന്നത്. വീണ്ടും മുൻപോട്ടേക്ക് വന്ന് നമ്മൾ ആ ഒരു ഡാമിൻ്റെ റിസർവോയറിൻ്റെ സൈഡിൽ കൂടിയാണ് യാത്ര പുറപ്പെടുന്നത്. ഇവിടെ വലിയ കനത്ത ഗേറ്റൊക്കെ കാണാം. രാത്രി ആകുമ്പോഴത്തേക്കും ഈ ഒരു ഗേറ്റ് അടയ്ക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ, പ്രധാനമായിട്ടും ആനയുടെ ഒരു ശല്യമുള്ള മേഖലയാണ് കേട്ടോ ഇത്. നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ അടുത്ത രീതിയിലുള്ള ഒരു ഫെൻസിങ് കാണാവേ. ഇതിനാണ് റെയിൽ ഫെൻസിങ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു റെയിൽ പാളത്തിൻ്റെ ആ ഒരു കമ്പിയില്ലേ, അതേ രീതിയിൽ തന്നെ കട്ടിയായിട്ടുള്ള കമ്പികൾ കൊണ്ട് തീർത്തേക്കുന്ന ഫെൻസിങ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഈ ഒരു ഫെൻസിങ് രീതിയെ. ഈ ഒരു മേഖലകളുണ്ടല്ലോ പ്രധാനമായിട്ടും നമ്മളുടെ പുകയില കൃഷിയില്ലേ, അതിന് പേര് കേട്ട ഏരിയ ആണ് കേട്ടോ. അതിൻ്റെ കൃഷിയിടങ്ങളാണ് ഇനിയിപ്പം നമുക്ക് റോഡിൻ്റെ സൈഡിൽ ആയിട്ട് കാണാനായിട്ട് അധികവും സാധിക്കുന്നത്. ഇവിടെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ്. എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഗുണ്ടൽപേട്ടിലേക്കാണ്. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണ്ടൽപേട്ട് ചെന്നിട്ട് അവിടെ നിന്നും ബന്ദിപ്പൂർ ആ കാട് കിടക്കണം. ബന്ദിപ്പൂർ കാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, രാത്രി ആകുമ്പോഴത്തേക്ക് അടയ്ക്കും. അതുകൂടാതെ അതിലും വലിയ ഡേഞ്ചർ കുറച്ച് വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന, അതുപോലെ തന്നെ കടുവ, പുലി പോലുള്ള സാധനങ്ങളും കൂടി ഇറങ്ങി തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബൈക്ക് കൊണ്ട് അതിലെ പോക്ക് കുറച്ചധികം റിസ്ക് ആണ് കേട്ടോ. അപ്പം ഇരുട്ടുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് ഓടി പിടിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. പുകയിലെല്ലാം നല്ല രീതിക്ക് പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അധികം ലേറ്റ് ആവാതെ തന്നെ ഇതാ നമ്മുടെ ഗുണ്ടൽപേട്ടിലേക്ക് എത്തി. ഗുണ്ടൽപേട്ട് ജംഗ്ഷൻ. ഇനിയിപ്പം ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 153 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോഴിക്കോട് എത്തും. നേരെ പോയിട്ടുണ്ടെങ്കിൽ ഊട്ടിയാണ് കേട്ടോ, 68 കിലോമീറ്റർ ദൂരെ. അതായത് നമ്മുടെ മസിനുകുടി വഴി ഊട്ടി. ഗുണ്ടൽപേട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടുത്തെ പൂക്കൃഷിക്ക് പ്രധാനമായിട്ടും വളരെയധികം ഫേമസ് ആണ്. ഓണത്തിനൊക്കെ നമ്മളുടെ നാട്ടിലേക്ക് വന്ന പൂക്കളില്ലേ, അതിലൊക്കെ അധികവും വന്നിട്ടുള്ളത് പ്രധാനമായിട്ടും നോർത്ത് കേരള സൈഡിലോട്ടൊക്കെ വരുന്നത് ഈ ഒരു ഗുണ്ടൽപേട്ടിൽ നിന്നാണ്. ശരിക്കും വളരെ ഭംഗിയുള്ള ഒരു പ്രദേശം കൂടിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടുത്തെ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ പൂക്കളും ഒക്കെ കാണാനായിട്ട് ഇവിടേക്ക് വരാറുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കേട്ടോ. നമ്മളെ അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവോയറിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ നീണ്ട കാറുകളുടെ നിരയുണ്ട് കേട്ടോ, കാരണം ഈ ടോൾ കൊടുക്കാൻ വേണ്ടിയുള്ളത്. എന്തായാലും നമ്മൾ അടയ്ക്കുന്ന ആ ഒരു സമയമൊന്നുമല്ല, അതിന് മുമ്പായിട്ട് നമ്മളെത്തി. 20 രൂപയാണ് ടോൾ ഫീ എന്ന് തോന്നുന്നു. ഇനിയിപ്പോണ്ടല്ലോ നിങ്ങൾ അതിജാഗ്രതയോടെ റോഡിന് ഇരുവശത്തേക്കും കണ്ണുകൾ പായിക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു കടുവ നമ്മുടെ മുമ്പിലേക്ക് ചാടി വീഴുന്നതാണ് കേട്ടോ. ഇന്ത്യയിലെ കാനനപാതകളിലുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ മൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു റൂട്ടാണ് കേട്ടോ ഇത്. ശരിക്കും രാവിലെ സമയത്തൊക്കെയാണ് ഇവിടെ വരേണ്ടത്. ആ ടൈമിലാണ് ഏറ്റവും അധികം മൃഗങ്ങളുണ്ടാവുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റൂട്ടിൽ എവിടെയും വണ്ടി നിർത്താനോ ഫോട്ടോസ് എടുക്കാനോ ആയിട്ട് ശ്രമിക്കരുത്. ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഇതൊരു കടുവ സങ്കേതമാണ്. അതുകൊണ്ട് തന്നെ അതുങ്ങൾ നിങ്ങളെ പൊക്കിക്കൊണ്ടു പോകും. അതുങ്ങൾ നിങ്ങളെ പൊക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂജ് ഫൈൻ നിങ്ങൾക്ക് വരും കേട്ടോ.
ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഫൈൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടേ അവർ വിടത്തുള്ളൂ കേട്ടോ. ഇതാ അങ്ങനെ നമ്മളുടെ വെൽക്കം ടു കേരള സ്റ്റേറ്റ്. നമ്മളൊരു കറക്കം കറങ്ങി റൗണ്ട് അടിച്ച് വീണ്ടും നമ്മുടെ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണിത്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. വയനാട് കാട്ടിലേക്ക് കയറുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നിങ്ങൾ വഴിയരികിൽ വണ്ടി നിർത്തി ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അപ്പോൾ ഒന്നും ആരും ഒന്നും ചോദിക്കത്തില്ല. പക്ഷേങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് ബൈക്കിൽ അവർ പോകുന്നുണ്ടാവും. അവർ നിങ്ങളെ കറക്റ്റ് അവിടെ നിന്ന് പാസ് ചെയ്ത് അടുത്ത ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവിടെ നിന്ന് പിടിക്കും. എന്തായാലും ഹ്യൂജ് ഫൈനാണ് അതിനുള്ളത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു വയനാട്ടിലേക്ക് വരുമ്പോഴേ. കൂടാതെ ഈ ഒരു വൈകുന്നേരം, അതായത് അങ്ങനെയുള്ള സമയത്തൊക്കെ വലിയ വണ്ടികളുടെ കൂടെ മിക്കവാറും പോകാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ ഈ ആനയുടെയും മറ്റും ആക്രമണം നമുക്ക് നേരെ ചെറിയ വണ്ടികളിൽ പോകുമ്പോൾ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ആ മാനിനെയൊക്കെ കണ്ട് നേരെ സുൽത്താൻ ബത്തേരി ടൗണിലേക്ക് വന്നെത്തി. പിന്നെ അവിടെ നിന്ന് നേരെ കൽപ്പറ്റയിലേക്കാണ് എത്തിയത്. ഇന്നത്തെ ദിവസത്തെ വലിയൊരു റൗണ്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം ഉണ്ടല്ലോ അതിരാവിലെ തന്നെ നമ്മളിനിയിപ്പോൾ പുൽപ്പള്ളിയിലേക്കാണ് പോകുന്നത്. ഇതാ ഈ കാണുന്ന കുട്ടി കർഷകൻ സൂര്യ, ഇവനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. 24 ന്യൂസിൻ്റെ ഒരു പ്രോഗ്രാം ഇവനെ പറ്റിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെറുപ്രായത്തിൽ അവന് വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ ലീസിനെടുത്തിട്ട് അവിടെ കൃഷി ചെയ്യുകയാണ് കേട്ടോ. ഇവൻ്റെ സമപ്രായത്തിലുള്ള മറ്റു കുട്ടികൾ വീഡിയോ ഗെയിമും മറ്റും കളിച്ച് സമയം കൊല്ലുമ്പോൾ ഇവൻ മണ്ണിലിറങ്ങി പണിയെടുക്കുകയാണ്. അവൻ്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള പൈസ അവൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുകയാണ്. ശരിക്കും ഇന്നത്തെ പുതുതലമുറയ്ക്ക് വലിയൊരു മാതൃക തന്നെയാണ് ഈ ഒരു വിദ്യാർത്ഥി. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ 24 ന്യൂസിൻ്റെ ഒരു സ്റ്റോറി ഷൂട്ടിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മളുടെ ഗുണ്ടൽപേട്ടിലേക്ക് പോവുകയാണ്. നേരെ വീണ്ടും വയനാട് ഫോറസ്റ്റിലേക്ക് വന്നു. അവിടെ നിന്നും ബന്ദിപ്പൂര് കാട് കടന്ന് നേരെ ബോർഡർ ഗ്രാമമായിട്ടുള്ള ഗുണ്ടൽപേട്ടിൻ്റെ ഏരിയയിലേക്ക്. ഇന്ന് നമ്മൾ 4 പേരുണ്ട്. പ്രകാശേട്ടൻ വണ്ടി പറത്തി വിടുന്നുണ്ട്. കൂടാതെ സുർജിത്തേട്ടനും മനുവും പിന്നെ സോബിൻ ചേട്ടന് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുണ്ടൽപേട്ട് എന്നത് വലിയൊരു ഏരിയയാണ്. അതിനുള്ളിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അവിടുത്തെ ഓരോ ഗ്രാമങ്ങളും പല പൂക്കളുടെയും പല പല കൃഷികളുടെയും ഒക്കെ പേര് കേട്ടതാണ്. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററി ടൈപ്പ് വീഡിയോസ് ചെയ്യാനായിട്ടാണ് വന്നത്. മനു വന്നപാടെ തന്നെ ആ ഒരു പൂക്കളുടെയൊക്കെ വിഷ്വൽസൊക്കെ എടുക്കുന്ന രീതിയിലുള്ള പണി തുടങ്ങി. ഒരു സ്ഥലത്തെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ്. അങ്ങനെ പല ഗ്രാമത്തിൽ ചെന്ന് അവിടെ നിന്ന് ആളുകളുടെ അനുഭവങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ ഈ കൃഷികളെ പറ്റി, അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള ഗുണ്ടൽപേട്ടിലെ ഓരോ ഗ്രാമങ്ങളുടെ ഉള്ളേരിയയിലേക്കും ഇങ്ങനെ ഇവരുടെ കൂടെ വന്നുകൊണ്ട് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റി. ഈ ഒരു നാടിനെ നല്ല രീതിയിൽ കാണണമെങ്കിൽ ശരിക്കും ആകാശ ദൃശ്യങ്ങൾ കൂടി വേണം കേട്ടോ. സോബിൻ ചേട്ടൻ പണി തുടങ്ങി. ഡ്രോണൊക്കെ പറത്തി നല്ല കിടിലൻ പോലത്തെ വിഷ്വൽസൊക്കെ കളക്ട് ചെയ്തു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂക്കൃഷി എന്ന് പറയുന്നത് ഈ ഒരു ചെണ്ടുമല്ലി തന്നെയാണ് കേട്ടോ. നമ്മൾ വെന്തി എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത്. ശരിക്കും ഇവിടെ ഒരുപാട് ഈ ഒരു പെയിൻറ്റ് ഫാക്ടറികളുണ്ട്. അവർ തന്നെയാണ് ഇവർക്ക് വേണ്ട വിത്തുകളും മറ്റും കൊടുക്കുന്നത്. ഇത് വളർത്തിയെടുത്ത് ഇവർക്ക് കിലോയ്ക്ക് 10 രൂപ എന്ന നിരക്കിലാണ് വർഷം മുഴുവൻ ഈ ഒരു പൂവിൻ്റെ കൃഷി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചോളവും മറ്റു കാര്യങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഈ ഒരു പൂവിൻ്റെ കൃഷിയാണ് ഈ ഒരു നാട്ടിൽ പ്രധാനമായിട്ടുള്ളത്. ശരിക്കും ഈ ഒരു പൂക്കളുടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടല്ലോ ഈ ഒരു നാടും അതിൻ്റെ മലനിരകളും അവരുടെ അമ്പലങ്ങളൊക്കെ കാണാനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയാണ്. അതിൻ്റെ പല ഷോട്ടുകൾ മനു അവിടെ നിന്നും എടുക്കുന്നുണ്ടായിരുന്നു. ആ കൃഷിയിടത്തിലെങ്ങും ഈ ഒരു പൂക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു മണമുണ്ടല്ലോ, ആ ഒരു മണമൊക്കെ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ തക്കാളി കൃഷികളും ഇവിടെയുണ്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് ആളുകൾ അവിടെ നിന്ന് തക്കാളിയുടെ വിളവെടുക്കുന്നുണ്ട്. അവർ വലിപ്പം നോക്കിയാണ് കേട്ടോ തക്കാളി അതിൻ്റെ വിളവെടുക്കുന്നത്. അതിൽ ചെറിയ തക്കാളികൾ അവർ ഉപയോഗിക്കാറില്ല. അത് അങ്ങനെ ഉപേക്ഷിച്ച് കളയുകയാണ് എന്നാണ് പറയുന്നത്. അതവിടെ വളമായിട്ട് വീണ്ടും മാറും. അടുത്ത കൃഷിയാകുമ്പോൾ അതൊരു എക്സ്ട്രാ വളമായിട്ട് കിട്ടും കേട്ടോ. പിന്നീട് ക്യാബേജൊക്കെ കൃഷി ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് വന്നു. അതിനുശേഷം മറ്റൊരു സ്പെഷ്യൽ കൃഷി മേഖലയിലേക്കാണ് വന്നത്. നമ്മളുടെ വെളുത്തുള്ളിയില്ലേ, ആ ഒരു വെളുത്തുള്ളിയുടെ കൃഷി നടക്കുന്ന സ്ഥലമേ. ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയല്ല ഇവർ ഇതിൻ്റെ കൃഷി ഇവിടെ നടത്തുന്നത്. ഇത് ആയുർവേദ മെഡിസിനൽ പർപ്പസിന് വേണ്ടി പോകുന്ന കൃഷിയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന വളങ്ങളും മറ്റുമൊക്കെ പ്രത്യേകതയുണ്ട്. അവിടെ ആ ഒരു പറമ്പിൽ പശുവിനെയൊക്കെ തീറ്റാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടൻ നമുക്ക് അവിടെ നിന്ന് ഒരു കന്നഡ പാട്ടൊക്കെ പാടിത്തന്നു. പിന്നെ ഇവിടെ ഉണ്ടല്ലോ കൃഷി ചെയ്യുമ്പോൾ ഇവർ ആധുനികമായിട്ടുള്ള എല്ലാ സങ്കേതങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നനയ്ക്കാനായിട്ട് സ്പ്രിങ്ക്ലർ പോലുള്ള കാര്യങ്ങളും, അതുകൂടാതെ ഇവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കിളയ്ക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടറുകളും അങ്ങനെയുള്ള എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ രീതിയിലുള്ള കൃഷി ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ. നമ്മളങ്ങനെ ഷൂട്ടൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വരുമ്പം ആ നാടിൻ്റെ പഴമയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കാളവണ്ടി ഞങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് കടന്നുപോയി. അങ്ങനെ രാത്രിയോടുകൂടി ബന്ദിപ്പൂര് കാട് കയറിയ ഞങ്ങളുടെ വണ്ടിക്ക് മുമ്പിലേക്ക് കാട്ടുമൃഗങ്ങൾ പതുക്കെ വന്നു തുടങ്ങി കേട്ടോ.
വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.